ഞാനിപ്പോൾ ഇപ്പോൾ തോട്ടപ്പള്ളിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു ബജ്ജിക്കട കണ്ട് ചൂടോടി ഇങ്ങനെ ബജ്ജിയൊക്കെ പൊരിക്കുന്നത്. അവിടുന്ന് ഞാനങ്ങനെ കുറച്ച് ബജ്ജിയൊക്കെ പാഴ്സൽ വാങ്ങി ഉപ്പ് സോഡയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും അസ്ലമൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവരോട് കാറിൽ കയറി. അപ്പോൾ ഞാൻ എന്താ പാഴ്സൽ വാങ്ങിച്ച് അതിനകത്ത് എഗ് മസാല എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ കൊച്ചിയിലെത്തി. ഞങ്ങൾ ബൂഫേയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ടാണ് ഇവിടെ കയറിയത്. അങ്ങനെ നമ്മൾ ചായ സ്നാക്സ് ഒക്കെ പറഞ്ഞ് ഞാൻ ഈ ചിക്കൻ കാല് പോലെ ഇരിക്കുന്ന ഒരു സാധനം വാങ്ങിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇത് ഫൈസലിക്ക വാങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞതാ ഞങ്ങൾ വീണ്ടും ഒരു എഗ് മസാല കഴിച്ചു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ചാടി ഇങ്ങനെ ഇറങ്ങി. അസ്ലം അവിടെ വണ്ടിയൊക്കെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. അങ്ങനെ ഞങ്ങളിതാ ഭാഗത്തോട്ടൊക്കെ കയറുന്നുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. എനിക്ക് മിക്കവാറും ഡ്രസ്സ് ഇവിടെ നിന്നാണ് എടുക്കല്. ബിക്കോസ് എനിക്കിവിടെ നല്ല പ്ലസ് സൈസ് ഡ്രസ്സൊക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു. ഞാനങ്ങനെ കുറേ ഷോയൊക്കെ കാണിക്കലുണ്ട്. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും എനിക്ക് മിറർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മിറർ സെൽഫീസൊക്കെ എടുക്കണം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈസലിക്കാക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫൈസലിക്കാക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഗ്രാൻഡ് മാളിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു മാക്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് മാളിലെത്തി. അപ്പം അസ്ലമിനാണെങ്കിൽ എപ്പോഴും വണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ അവന് പാർക്ക് ചെയ്തൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഫൈസലിക്കായും ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഇപ്പോൾ ഫൈസലിക്കയുടെ ലുക്ക് തന്നെ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് ചേഞ്ച് ആക്കി. ഇക്ക കുറച്ച് ലൂസ് പാൻറ്റും ഓവർ സൈസ്ഡ് ടീഷർട്ടും ഒക്കെ ഇട്ട് വേറൊരു ലുക്കായി നല്ല ഭംഗിയുണ്ട്. നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഇക്കക്ക്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പാതിരാക്കോഴിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ രണ്ടാൾക്ക് സർപ്രൈസ് കൊടുക്കാനാണ് വന്നത്. അപ്പോൾ അതായത് ആസിഫ് എൻ്റെ കസിനാണ്. ഇവിടാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ അനിയൻ ഇമ്രാൻ. അപ്പം ഇവർ രണ്ടുപേരും കൊച്ചിയിൽ തന്നെ പഠിക്കുവാണ്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഇവിടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ കടയിലെ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അത് ട്രൈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറേ ആലോചിച്ചിട്ട് നമ്മുടെ ഓർഡറൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് ഫിഷ് തവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മസാല ഷവായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ബീഫ് റിബ്. ഇത് മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഐറ്റമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇത് അവരുടെ മാനേജറാണ്. പുള്ളിയോട് നമ്മൾ സംസാരിച്ചു. നല്ല ഫുഡാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഉള്ളവരോടൊക്കെ ബായ് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് ക്യൂൻസ് വാക്ക് വേയിലോട്ടായിരുന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നിന്ന് കുറച്ച് പൂക്കിത്തരമൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ നടന്നു. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. വർക്കിംഗ് ഡേ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഇത് പാളിമണിയുടെ ഫ്ലാറ്റാണ്. അതൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിൽ പോയി.